പലസ്തീനികളെ ഗസയിൽ നിലനിർത്തി $53 ബില്യൺ ബദൽ പദ്ധതിയുമായി അറബ് ഉച്ചകോടി. പദ്ധതിയെ എതിർത്ത ഇസ്രയേൽ, അനുകൂലിച്ച അമേരിക്ക, ഗസയിൽ തെരഞ്ഞെടുപ്പിനെ അനുകൂലിച്ച ഹമാസ്. വിശദാംശങ്ങൾ പി നൽകും. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ പി ജെയിംസിന്റെ ഈ ജിമ്മിനെ കുറിച്ച് പറയുകയായിരുന്നു. ആളൊരു ജിമ്മനാണെന്നും സുന്ദരനാണെന്നും വശ്യ ലാവണ്യമുള്ള ആളാണെന്നും ഒക്കെ പറഞ്ഞു. എന്തിനാ ഈ നുണയൊക്കെ വിളിച്ചു പറയുന്നത്? അല്ല, ലാവണ്യം വഴിഞ്ഞൊടുങ്ങുന്ന ഒരു ശരീരപ്രകൃതി ജിമ്മിന് ശേഷം പിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അല്ല, ജിമ്മിൽ പോകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. അത് നമ്മുടെ ആരോഗ്യമൊക്കെ നിലനിർത്തേണ്ട എസ് കെ. പിന്നെ ഈ മാത്രമല്ല, പി ജെയിംസിന് ഇപ്പോൾ ഒരു വലിയ രീതിയിലൊരു മാറ്റം ഫേസിനൊക്കെ വന്നിട്ടുണ്ട്. അല്ല, ഒരല്പം ആകർഷണീയത കൂടിയിട്ടുണ്ട്. ആൾക്കാരെ പറ്റിക്കല്ലേ. ഇപ്പോഴായിരിക്കും ആ മുഖത്തോട്ട് ആൾക്കാർ സൂക്ഷിച്ചു നോക്കുന്നത്, ആകർഷണീയത എവിടെ ഇരിക്കുന്ന അറിയാനായിട്ട്. പി അപ്പൊ നമുക്ക് രാവിലെ കേൾക്കാൻ സുഖമുണ്ട് എസ് കെ. രാവിലെ കേൾക്കാൻ നല്ല സുഖമുണ്ട്. ആരാ ഈ പുകഴ്ത്തലും പ്രശംസയ്ക്ക് ഇഷ്ടപ്പെടാത്ത മനുഷ്യരില്ലല്ലോ. നിറച്ച് ഭക്ഷണം വാങ്ങിച്ചു തരണം കേട്ടോ. ഒരു കാര്യം ചെയ്യും, നമുക്കിനിയും പശ്ചിമേഷ്യയിലേക്ക്. പശ്ചിമേഷ്യയിൽ എസ് കെ ഈ ഡൊണാൾഡ് ട്രംപാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. ട്രംപ് കയറി പറഞ്ഞു, ഗസ 23 ലക്ഷം പേര് താമസിക്കുന്ന ഗസ 15 മാസം യുദ്ധത്തിലായിരുന്നു, 61,000 പേര് കൊല്ലപ്പെട്ടു എന്നാണ് അവസാനത്തെ കണക്ക്. അത് മുഴുവൻ ഏറ്റെടുത്ത കെട്ടിടങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണാക്കി കളഞ്ഞു. ഒന്നുമില്ല, ഒരു പ്രേതഭൂമി പോലെ കിടക്കുകയാണ് ഗസ. പക്ഷെ ഗസ ഏറ്റെടുത്ത് മനോഹരമായ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും പണിത് ഇതൊരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാമെന്നാണ് ട്രംപ് വാഗ്ദാനം ചെയ്തത്. എന്തായാലും അറബ് ലോകം മുഴുവൻ അതിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നു. അവർ അടിയന്തരമായിട്ട് ഈജിപ്തിൽ അറബ് ഉച്ചകോടി നടക്കുകയാണ്. അറബ് ഉച്ചകോടിയിൽ ഈജിപ്ത് ഉണ്ടാക്കിയൊരു ബദൽ പ്ലാൻ, ട്രംപ് പറഞ്ഞതിന് ബദലായിട്ടുള്ള പ്ലാൻ അവതരിപ്പിച്ചു. $53 ബില്യൺ വലിയ ഒരു പുനർനിർമ്മാണ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. ട്രംപ് പറഞ്ഞിരുന്നു പാലസ്തീനികൾ മുഴുവൻ അവിടം വിട്ടു പോകണം. ഇസ്രായേൽ ഈ ബദൽ പദ്ധതിയെ, പ്രത്യേകിച്ച് അറബ് ഉച്ചകോടി മുന്നോട്ട് വെച്ച ബദൽ പദ്ധതിയെ പൂർണ്ണമായിട്ട് എതിർക്കുകയാണ്. കാരണം ഇസ്രായേലിൻ്റെ കൺട്രോളിലാണ് ഇപ്പോഴും ഗസ. അവിടെ ഭക്ഷണം കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ല, മെഡിസിൻ കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ല. ഇപ്പോഴും ഇസ്രായേൽ അവിടെ ഏത് നിമിഷവും ആക്രമിക്കുമെന്ന നിലയിലാണ്. കാരണം വെടിനിർത്തലിൻ്റെ 2ാം ഘട്ട ചർച്ച ഇനിയും പൂർത്തിയായിട്ടില്ല. അതിനിടയിൽ ഇസ്രായേൽ 1-2 സ്ഥലത്ത് ആക്രമണം നടത്തി. ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഇതിനിടയിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത്ഭുതകരമായിട്ട് ഈ പദ്ധതി അവതരിപ്പിച്ച ട്രംപും അമേരിക്കയും ഈ അറബ് ഉച്ചകോടിയിലെ നിർദ്ദേശങ്ങളെ ഒരു പരിധി വരെ അംഗീകരിച്ചിരിക്കുകയാണ്. നമ്മുടെ അറബ് പാർട്ട്നേഴ്സ്, അറബ് സുഹൃത്തുക്കൾ പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ട്, അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് അമേരിക്ക പറയുന്നു, ഇസ്രായേൽ എതിർക്കുന്നു. അതിനിടയിൽ എസ് കെ ഇതിൻ്റെ ഇടയ്ക്കൊരു ഇതുകൂടി വന്നിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഒരു ആവശ്യം ഇന്ത്യയോട് വന്നിട്ടുണ്ട്. ഇന്ത്യയോട് പറയുന്നത് ഹമാസിനെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം. അതിന് ഇസ്രായേൽ പറയുന്നൊരു ന്യായമുണ്ട്. പാകിസ്ഥാനിൽ, അത് പാക് അധിനിവേശ കാശ്മീരിൽ നടന്ന കാശ്മീരി സോളിഡാരിറ്റി ഡേയിൽ ഹമാസിൻ്റെ നേതാക്കളും പ്രവർത്തകരും ഇന്ത്യക്കെതിരെ അവിടെ അണിനിരന്നു. അതുകൊണ്ട് ഇന്ത്യ സൂക്ഷിക്കണം. ഇന്ത്യ ഹമാസിനെ, പ്രത്യേകിച്ച് ഗസയിൽ ആണ് ഹമാസാണുള്ളത്, ഹമാസിനെതിരെ ഇത് പ്രഖ്യാപിക്കണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ അവിടെ ഭീകരാക്രമണം പാകിസ്ഥാനിൽ നടന്ന് ഈ മണിക്കൂറുകളിൽ 15 പാക് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഇന്ത്യയോട് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. എസ് കെ.